share your coding experience. ഈ ഒരു വീഡിയോയിൽ നമ്മൾ മോർ ഡീറ്റെയിൽ ആയിട്ടൊരു ജനറിക് ക്ലാസ്സിന് അനലൈസ് ചെയ്യാൻ പോകും അല്ലെങ്കിൽ അത് മോർ അതിനെക്കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ നമ്മളൊരു എന്താ പറയുക ഒരു എന്താ പറയുക പെയറിനൊരു ക്ലാസ് ഡിഫൈൻ ചെയ്യുന്ന തുടക്കത്തിൽ സ്റ്റാർട്ടിങ്ങിൽ ഒരു പെയറിനൊരു ക്ലാസ്സിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ജനറിക് ക്ലാസ് ഡിഫൈൻ ചെയ്തു. ഇപ്പോൾ നമ്മൾ അത് ഒന്നുപാടി റീഡിഫൈൻ ചെയ്യാൻ പോവാണ്. സോ ലെസ് ഡിഫൈൻ ആയിരുന്നു. ഓക്കെ, സോ നമുക്ക് എന്താ പറയുക ഓക്കെ ഞാൻ ഡിഫൈൻ ചെയ്യാൻ പെയർ എന്നിട്ട് ഇപ്പോൾ നമ്മൾ ഒരു ജനറിക് ക്ലാസ് ഡിഫൈൻ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ആദ്യം തിങ്ക് ചെയ്യേണ്ടത് ആ ക്ലാസ്സിൽ എന്തൊക്കെ ജനറിക് ആവണം, ഓക്കെ, എന്തൊക്കെ ജനറിക് ആവണ്ട. നമുക്ക് ആ ഒരു എന്താ പറയുക നമ്മളത് ചെയ്യുന്നതിന് മുന്നേ വെറുതെ ചുമ്മാ ചാടിയാന്ന് അടിക്കരുത്. നമ്മൾ എന്തെങ്കിലും ഡിഫൈൻ ചെയ്യാൻ ഒരു ജനറിക് ക്ലാസ് ഡിഫൈൻ ചെയ്യുന്നതിന് മുന്നേ then you have to plan നമുക്ക് എന്ത് ജനറിക് വേണം അല്ലെങ്കിൽ എങ്ങനെ ഡിഫൈൻ ചെയ്യണം. ഓക്കെ, നമ്മൾ രണ്ട് മൂന്ന് വേരിയേഷൻസ് നോക്കാം. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഈ ഒരു പെയറിൽ ഐ വോണ്ട് ടു സ്റ്റോർ എന്താ പറയുക ഒരു സ്ട്രിങ് നെയിം സ്റ്റോർ ചെയ്യണം. ഓക്കെ, അപ്പം നമ്മൾ തിങ്ക് ചെയ്യും നോക്കാം. ഓക്കെ, ഷുഡ് ദിസ് നെയിം ടു ബി സോ ജനറിക്. അത് നെയിമിന് ജനറിക് ആവേണ്ട ആവശ്യമില്ല. ഇറ്റ് കുഡ് ബി ഓൾവേസ് എ സ്ട്രിങ്, റൈറ്റ്? ഐ മീൻ why do you want to make it as generic? There's no advantage അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ഇത് കിട്ടില്ല. വേണം നമുക്ക് ജസ്റ്റ് ചെയ്ത്. അപ്പം ഇനി നമുക്ക് പ്രൈവറ്റ് എന്താ പറയുക ഒരു ഡാറ്റ വേണം. ഓക്കെ, ഡാറ്റ വേണം, ഐ മീൻ സ്ട്രിങ് ഡാറ്റ വേണം. ഇവിടെ നമുക്ക് ഈ ഡാറ്റ വൺ എന്ന ആട്രിബ്യൂട്ടിൽ if you want to store any type of data, right? That is what is generic, not just like a string data. If you want to store anything, it could be anything, right? അപ്പം നമ്മൾ എന്താ വെച്ചാൽ എന്താണ് നമുക്ക് സ്റ്റോർ അല്ലെങ്കിൽ ഏതിനാണ് മോർ ജനറിക് ആക്കേണ്ടത്, ആ ആട്രിബ്യൂട്ട് അതിനെയാണ് നമ്മൾ എന്താ വെച്ചാൽ ലെറ്റേഴ്സ് വെച്ച് റീപ്ലേസ് ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ജനറിക് ഡിഫൈൻ. അപ്പോൾ നമ്മൾ എന്താ പറയുക അങ്ങനെ ഒരു ജനറിക് ഡിഫൈൻ ചെയ്യാൻ പോവുകയാണെങ്കിൽ ഇതാക്കാൻ പോവുകയാണെങ്കിൽ നമ്മൾ ആ ലെറ്ററിന് ആദ്യം എന്ത് ചെയ്യാന്ന് വെച്ചാൽ ക്ലാസ് ഡെഫിനേഷനിൽ ഇതിൽ തന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കൊടുക്കണം. സോ ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് സേ D1, or you can say data1, whatever. As I said, it's not necessary to be a single letter. Okay, so time being I'm just put D. Okay, now I just replace D. Now the second thing is I'm going to do, I'm saying data2, right? And now let's say നിങ്ങൾക്ക് ഞാൻ മുമ്പ് പറഞ്ഞ മാതിരി നിങ്ങൾക്ക് ഓക്കെ നമ്മൾ ആദ്യം ഇത് സിമ്പിളായി ഡിഫൈൻ ചെയ്തിട്ട് പിന്നെ എന്താ വെച്ചാൽ generate constructor with all these arguments, all the three attributes. Constructor define ചെയ്തു. ഓക്കെ, ഇനിയാണ് എല്ലാവർക്കും ഓരോ generate setters. I'm not using setters. constructor ഈ ഒരു ക്ലാസ്സിൻ്റെ സ്പെഷ്യാലിറ്റി അതുകൊണ്ട് നമുക്കൊരു പെയറിനൊരു ഇതുണ്ട്. അപ്പോൾ നമ്മൾ നിങ്ങൾക്കിപ്പം റിയൽ പെയറിൽ കൺഫ്യൂസ് ആണ്. റിയൽ പെയറിൽ നെയിമിനൊരു ആട്രിബ്യൂട്ട് ഇല്ല കേട്ടോ. അതായത് ഞാൻ പറയാം ഓൾറെഡി ഈ പെയറിനൊരു കൺസെപ്റ്റ് ഓൾറെഡി പല ലൈബ്രറീസിന് ഓൾറെഡി ഉണ്ട്. അതൊരു നെയിം എന്നൊരു കൺസെപ്റ്റില്ല. അവിടെ രണ്ട് ഡാറ്റ വാല്യൂ ഉള്ളൂ. കാരണം നെയിമിൻ്റെ ആവശ്യം ഇപ്പം നമ്മളൊരു നമ്മൾ ഈ ലേണിങ്ങിൻ്റെ പാർട്ടായിട്ട് നമ്മളത് ജസ്റ്റ് ഡിഫൈൻ ചെയ്ത് അതായത് എന്താ ഉദ്ദേശിച്ചു വന്നാൽ നിങ്ങളൊരു ജനറിക് ക്ലാസ് ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് ആ ക്ലാസ്സിൻ്റെ ഉള്ളിൽ ജനറിക് ആയിട്ടുള്ള ഡാറ്റ ഉണ്ടാവാം, നോൺ ജനറിക് ആയിട്ടുള്ള ഡാറ്റ ഉണ്ടാവും. അപ്പോൾ നോൺ ജനറിക് ആയിട്ടുള്ള ഡാറ്റ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ എക്സ്പ്ലിസിറ്റ് ആയ ഡാറ്റ ടൈപ്പ് തന്നെ യൂസ് ചെയ്യാം. അല്ലാതെ എല്ലാം ജനറിക് ഇട്ട് വെറുതെ കോംപ്ലിക്കേറ്റഡ് ആക്കാണ്ട് അത് അൺനെസറി കൺഫ്യൂഷൻ ഉണ്ടാക്കുള്ളൂ. അതായത് സോ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജും കിട്ടാനും പോകുന്നത്. സോ പീസ് എവിടെയൊക്കെ എന്താണെന്ന് വെച്ചാൽ അത് എക്സ്പ്ലിസിറ്റ് ആയിട്ട് മെൻഷൻ ചെയ്യുക, ജനറിക് കൗണ്ടർ ജനറിക് യൂസ് ചെയ്യും. ഓക്കെ, ഇപ്പം നമ്മൾ ഈ ഒരു ഇതിൽ പെയർ എന്ന ക്ലാസ്സിൽ നമ്മൾ എന്ത് വെച്ചാൽ ഓക്കെ pair p is equal to new pair. ഓക്കെ, നമ്മൾ എന്നിട്ട് ഇതിൽ ലെറ്റ്സ് സേ നമുക്ക് എന്താ പറയുക ഈ കൺസ്ട്രക്റ്റിൽ ഓക്കെ ഇറ്റ്സ് മൈ പെയർ 1. ഓക്കെ, പിന്നെ അതിൽ സെക്കൻഡ് ആർഗ്യുമെൻറ്റ്സ് data1 data2. സോ നമ്മൾ ലെറ്റ്സ് സേ John 20. ഇങ്ങനെ ഡെഫിനേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലിപ്പം നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു എന്താ പറയുക ഡയമണ്ട് ഓപ്പറേറ്ററോ അല്ലെങ്കിൽ നമ്മൾ ഒരു ഡാറ്റ ടൈപ്പ് മെൻഷൻ ചെയ്തില്ല. നമ്മൾ മുമ്പ് പറഞ്ഞ മാതിരി നമ്മൾ
എക്സ്പ്ലിസിറ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ജാവ വിൽ ട്രീറ്റഡ് ദോസ് ആട്രിബ്യൂട്ട്സ് ആൻഡ് ഒബ്ജക്റ്റ് ആക്ച്വലി നമ്മൾ ആ ടൈപ്പ് റാഷോ എന്ന് പറയും. അതാണ് ഡീറ്റെയിൽ ഇപ്പോൾ കൺഫ്യൂഷൻ ആക്കുന്നത്. ജസ്റ്റ് നമ്മൾ ലെറ്റ്സ് ഓക്കെ ഇത് മോർ ഡീറ്റെയിൽ ആകുന്ന സമയത്ത് ഓരോന്നോരോന്നായിട്ട് ഡീപ്പായിട്ട് ട്രൈ ആൻഡ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ ഇപ്പം ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് സേ സ്ട്രിങ് നെയിം ഈസ് ഈക്വൽ ടു പി ഡോട്ട് നെയിം. ഒരു പ്രോബ്ലം ഇല്ല. വൈ? ബിക്കോസ് നെയിം ഈസ് എ ഡാറ്റ സ്ട്രിങ് ഡാറ്റ ടൈപ്പ്. നമ്മൾ ഈ പേരിൻ്റെ ഈ ഒരു ഇത് നെയിം ടൈപ്പ് അത് നമുക്ക് ജനറേറ്റ് ആക്കിയിട്ടില്ല. ബട്ട് വെറാസ് നമ്മൾ എന്താ വെച്ചാൽ എന്താ പറയുക സ്ട്രിങ് ദാറ്റ് നെയിം ഫസ്റ്റ് നെയിം data 1, let's say data 1 is equal to p dot get data 1. അപ്പോൾ നമ്മൾ since we didn't mention explicit data type, it is treated as an object. അതുകൊണ്ട് നിങ്ങൾക്ക് സ്ട്രിംഗിൽ അസൈൻ ചെയ്യാൻ പറ്റില്ല അല്ലേ. ഡാറ്റ 1 നമ്മൾ സ്ട്രിംഗ് ആണ് പാസ് ചെയ്തതെങ്കിൽ കൂടെ but you can't assign it back. Why? Because this data 1 is treated as an object. So compiler allows you the only thing to compile this code out you have to left side and object declare ചെയ്യണം. That's the only solution. Okay, so this is not what we want. നമുക്കത് ജനറിക് ആയിട്ടില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ലെറ്റ്സ് സേ നിങ്ങൾ മുമ്പ് ഒരിക്കലും നിങ്ങൾക്ക് പലപ്പോഴും അതിൻ്റെ പ്രീവിയസ് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ഞാൻ വേറൊരു സംഗതി, അതായത് വേരിയബിൾ ഡിഫൈൻ ചെയ്ത് വേറെന്ന് ഉപയോഗിച്ചിട്ട് അതാണ് കുറെ കൂടി റെക്കമെൻഡഡ് എന്ന് പറയാം. റെക്കമെൻഡഡ് എന്തുകൊണ്ട് പറയാം വെച്ചാൽ അത് കോഡ് നമ്മൾ മോർ കൺസൈസ് ആക്കി മാറ്റും. അത് മാത്രമല്ല എന്താ പറയുക, അത് നമ്മൾ ഇറ്റ്സ് റെഡ്യൂസസ് നമ്പർ ഓഫ് റെഡ്യൂസസ് ലൈൻസ് വേണം റെഡ്യൂസ് ആവാം, അല്ലെങ്കിൽ കോഡ് കുറച്ചും കൂടി അൺനെസറി ആയിട്ട് വെറുതെ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ലെറ്റ്സ് സീ ഹൗ. അപ്പോൾ റിയൽ ബെനിഫിറ്റ് ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ദർ ഇസ് നോ പെർഫോമൻസ് ബെനിഫിറ്റ്. ഓക്കെ, ബട്ട് ബെനിഫിറ്റ് ഉണ്ടെന്നാൽ ചിലർക്ക് അങ്ങനെ കോഡ് കൺസൈസ് ആയി വെറുതെ റിപ്പീറ്റേഷൻ അല്ലെങ്കിൽ എന്താ പറയുക അങ്ങനത്തെ ഒരു ഇത് പലർക്കും ഇഷ്ടമല്ല. അപ്പം ഫോർ എക്സാമ്പിൾ സേ ഞാൻ വേറെ യൂസ് ചെയ്യും ഇവിടെ പറയാണ്, ബട്ട് വേറെ കുറിച്ച് പിന്നെ ദർ ആർ സം ഫ്യൂ പ്രോബ്ലംസ് ചില കേസ് നമുക്ക് വേറെ യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ ഞാൻ ഇപ്പം ഒരു വേറെ ഒരു ലെങ്തി ലെഗസി ക്ലാസ് നെയിം. ഓക്കെ, സോ ഇതുണ്ട്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ക്ലാസ് നമ്മൾ അതിൻ്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കുക. നമ്മൾ ഈ വേറെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന എനിക്ക് കറക്റ്റായിട്ടുള്ള വേറെ ഏത് വേർഷനിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ജാവൻ്റെ ഒന്ന് മേ ബി 9 or 10 ആണോ എനിക്കറിയില്ല. ഓക്കെ, ഐ എം ഷുർ നോട്ട് പാർട്ട് ഓഫ് ദ ഐ തിങ്ക് ഐ എം നോട്ട് പാർട്ട് ഓഫ് ദ ജാവ. എനിവേ ദാറ്റ്സ് നോട്ട് ദ സബ്ജക്റ്റ് ഹിയർ. എനിവേ സോ ഇപ്പം നമ്മൾ നോർമലി നമ്മളൊരു ക്ലാസ് ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ എന്താ വെച്ചാൽ ലെഗസി ക്ലാസ് നെയിം L ഈസ് ഈക്വൽ ടു ന്യൂ ലെഗസി ക്ലാസ് നെയിം. കറക്റ്റ്. അപ്പോൾ നിങ്ങൾ വെച്ച് നിങ്ങൾക്ക് ഞാൻ ഇവിടെയും ടൈപ്പ് ചെയ്യണം ഇവിടെയും ടൈപ്പ് ചെയ്യണം. ഓക്കെ, അതിന് പകരം നമ്മൾ എന്താ വെച്ചാൽ ഇങ്ങനെ ലെങ്ത് ക്ലാസ് നെയിം എഴുതുന്നതിന് പകരം നമ്മൾ എന്താ വെച്ചാൽ റിമെമ്പർ ഓക്കെ അനദർ എൻ്റെ ഒരു ഇതുണ്ട്, ബട്ട് ഡോണ്ട് ഫോളോ ദി സെയിം. ഓക്കെ, നമ്മൾ ഡോണ്ട് യൂസ് ദ ലെറ്റേഴ്സ്. ഓക്കെ, ഇറ്റ്സ് മൈ ബാഡ്. ഓക്കെ, ഐ വാസ് യൂസിങ് ലെറ്റേഴ്സ് ഹിയർ ആൻഡ് ദർ, ബട്ട് ഡോണ്ട് യൂസ് ദ ലെറ്റേഴ്സ്. എവറി വേരിയബിൾ നെയിം മസ്റ്റ് ബി എ മീനിങ് ആയിട്ടുള്ള വേരിയബിൾ നെയിം ഡിക്ലെയർ ചെയ്ത് പഠിക്കുക. അത് എന്താ വെച്ചാൽ കോഡ് വേരിയബിൾ നെയിം കാണുമ്പോൾ തന്നെ അതിൻ്റെ ഒരു പർപ്പസ് മനസ്സിലാവും. സോ I'll never recommend use the letters. Okay, even if in the previous video letters used in English, please excuse me. Otherwise don't use the letters at all. Okay, be specific. I mean be like a meaningful, I mean provide a meaningful name. Okay, any ഇപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ എന്താ പറയുക ലെഗസി ക്ലാസ് നെയിം. ഒക്കെ വേരിയബിൾ നെയിം ലെങ്തി ആണെങ്കിലുണ്ടോ അത് ടു ലെങ്തി ഡോണ്ട് ഇവൻ തിങ്ക് അബൌട്ട് ദാറ്റ്, ബിക്കോസ് name of the variable should always give it's always like what to say like help to understand the program. Okay, anyway അപ്പം നമുക്ക് ഇതെടുത്തു. സോ നമുക്ക് ഇങ്ങനെ ഇതെടുക്കുന്ന പകരം നമുക്ക് എന്തും ചെയ്യാം, യു കൻ യൂസ് എ വാർ. സോ വാർ എന്താ പറയുക, വാറിൻ്റെ പർപ്പസ് ഇതാണ്. അതായത് ജാവ നമ്മൾ വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ക്ലാസ് നെയിം പറയാണ്ട് അത് റൈറ്റിലെ അസൈൻമെന്റ് എന്താണെന്ന് വെച്ചാൽ ഇൻഫർ ചെയ്യും. സോ സോ ഇറ്റ് നോസ്, ഐ മീൻ ജാവ നോസ്, ഐ മീൻ കമ്പൈലർ knows, oh this is a type of lengthy class, I mean this particular class, so you don't have to repeat that. So that's what the advantage of var. Okay, so അതുകൊണ്ട് ഇനിയുള്ള എല്ലാ എക്സാമ്പിൾസിലും going forward I'll be using var. Okay, then varനെ കുറിച്ച് വേറെ പ്രോബ്ലംസ് ഉണ്ട് which I'll explain later. Okay, സോ അത് വാറിനെ കുറിച്ച് മനസ്സിലായിട്ടുണ്ടാവുന്നതായിരിക്കുന്നു. സോ വാർ. ഓക്കെ, ഇനി നമ്മൾ ഇതിൽ വേറൊരു ക്ലാസ് ഉണ്ടാക്കാം. ഓക്കെ, സോറി, var pair to new pair. ഓക്കെ,
ഇനി ഇവിടെ ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഓക്കെ ഐ വോണ്ട് ടു സ്റ്റോർ വാട്ട് ഐ വോണ്ട് ടു സ്റ്റോർ ഇസ് so like let's say a pair of log. Okay. അപ്പം ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവുന്നില്ല pair 2 and data 1 has to be long, so I'm passing ഇവിടെ രണ്ട് ടൈപ്പും റൈറ്റ് നമ്മൾ നോക്കുക ഈ രണ്ട് വാല്യൂ ഡാറ്റ 1 ഡാറ്റ 1 ഇറ്റ് ഹാസ് ടു ബി സെയിം ബിക്കോസ് നമ്മൾ ഒരു സിംഗിൾ ലെറ്റർ ആണ് യൂസ് ചെയ്തത് നമ്മൾ പറഞ്ഞു ഡി ആണ് ബോത്ത് ഡാറ്റ 1 ഡാറ്റ സോ ഇങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടാവാം പക്ഷേ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യാന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾക്ക് ചില കേസിൽ റെസ്ട്രിക്ഷൻ വേണ്ടി വരും അതായത് നമുക്ക് വേറെ ഏത് ഡാറ്റ ടൈപ്പ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് അത് കമ്പൈൽ ചെയ്യില്ല അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടാവും ഓക്കെ പക്ഷേ നമ്മൾ മോർ ജനറിക് ആക്കുക അല്ലെങ്കിൽ നമ്മൾക്ക് മോർ റെക്കമെൻഡ് എന്താ വെച്ചാൽ എന്താ വെച്ചാൽ ഇറ്റ്സ് ഓൾവേസ് ലൈക്ക് 2 ലെറ്റേഴ്സ് ദ റീസൺ ഈസ് ദ മൊമെൻറ്റ് യു ഗിവ് 2 ലെറ്റേഴ്സ് എനിക്ക് എനി കോമ്പിനേഷൻസ് യൂസ് ആകും അതായത് സെയിം കോമ്പിനേഷനും പറ്റും ഡിഫറെൻറ്റ് കോമ്പിനേഷൻ പറ്റും ആസ് ദറ്റ് ഇറ്റ്സ് അപ് ടു യുവർ റിക്വയർമെൻറ്റ്സ് അപ്പോൾ ഞാൻ ഈ ഒരു പെയറിന് എന്ന് വെച്ചാൽ എന്താ പറയുക എനി കോമ്പിനേഷൻസിന് വേണ്ടിയിട്ട് ഒരു മോർ ജനറിക് ആക്കുകയാണ് അതായത് അങ്ങനെയാണ് നമുക്ക് വേണ്ടത് ബിക്കോസ് നമ്മൾ കോഡിൽ ഇതൊരു ജനറിക് ക്ലാസ് ആണ് റൈറ്റ് അപ്പോൾ നമുക്ക് രണ്ട് സ്ട്രിങ് സ്റ്റോറിൻ്റെ വരാം രണ്ട് ലോങ് ലിസ്റ്റ് വരാം നമ്മൾ രണ്ട് എറേ ലിസ്റ്റ് സ്റ്റോറിൻ്റെ രണ്ട് സെറ്റ് ഒരു ആക്ഷൻ മാപ്പ് എന്ത് വേണം സ്റ്റോർ ചെയ്യാം ഇറ്റ്സ് റിമെമ്പർ ഇറ്റ്സ് നോട്ട് ദിസ് ജനറിക് ടൈപ്പ് ഇസ് നോട്ട് ജസ്റ്റ് ബേസിക്കലി ഫോർ സ്ട്രിങ് ആട്രിബ്യൂട്ട്സോ അല്ലെങ്കിൽ ലോങ്ങോ അല്ലെങ്കിൽ ഡബിൾ അതിനു വേണ്ടി മാത്രമല്ല ഇതിൽ ഈ ഡാറ്റ 1 ഡാറ്റ 2ൽ യു ക്യാൻ സ്റ്റോർ എനിത്തിങ് വാട്ട് ഡസ് ഇറ്റ് മീൻ അതായത് ഇത് ഡാറ്റ 1 ക്യാൻ ബി എ ലിസ്റ്റ് ഇറ്റ് ക്യാൻ ബി എ സ്ട്രിങ് ഇറ്റ് ക്യാൻ ബി എ മാപ്പ് ഇറ്റ് കുഡ് ബി എനിത്തിങ് ഈവൻ ദ പെയർ ഇറ്റ് സെൽഫ് എ പെയർ ഇറ്റ് സെൽഫ് ഓക്കെ സോ അതാണ് ഞാൻ പറഞ്ഞത് അപ്പം നമുക്ക് അത് ഒന്നുപാടി ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാം അടുത്ത ഇതിൽ ഞാൻ മോർ ഡീറ്റെയിൽ ആയിട്ട് ഒന്നുപാടി ഇതിനെക്കുറിച്ച് കുറച്ചും കൂടി ഡീപ്പായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് അതുവരേക്കും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ബൈ ഫോർ നൗ.